ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരുപാട് എഫേർട്ടും ടൈമൊക്കെ എടുത്ത് മെറ്റീരിയലൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കിൻ്റെ ഡീറ്റെയിൽസും കസ്റ്റമർ റിവ്യൂസൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഫ്രോക്ക് ഉണ്ടോ, ഫ്രോക്കല്ല 2-in-1 ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ആക്ച്വലി റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായത് ഫ്രോക്കാണ്. അപ്പം കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞ സ്കേർട്ടും പിന്നെ ഇതുപോലൊരു കസ്റ്റമറിൻ്റെ പിക്കാണ് കേട്ടോ, ഇത് വീഡിയോസാണിത്. ഇതുപോലൊരു നീ ലെങ്ത്തിൽ വരുന്നൊരു ബോഡി സ്യൂട്ടും കൂടെ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായത്. അപ്പോൾ കസ്റ്റമർ തന്നിട്ടുള്ള റെഫറൻസ് പിക്ക് ഇതാണ്. ഈ ഒരു പ്യുർ സോൾ എന്ന് പറഞ്ഞ പേജിൽ നിന്നുള്ള കുറച്ച് പിക്സും വീഡിയോസൊക്കെ കസ്റ്റമർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇവർ മെർമെയ്ഡ് തീമിലുള്ള ഒരു തീമായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു തീമിലേക്ക് വന്നിട്ടോ ഫ്ലവറിൻ്റെ. അപ്പോൾ അവർ റെഡും ബ്ലാക്കും കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെഡ് ഷെയ്ഡും പിന്നെ ബ്ലാക്ക് നമ്മൾ വെൽവെറ്റിൻ്റെ ഒരു ബോഡി സ്യൂട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ സ്കേർട്ട് പോലെ ഈ ഒരു ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ മെറ്റീരിയൽസൊക്കെ വാങ്ങി 40 മീറ്റർ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്രോക്കിൽ നമ്മളത് ആദ്യം ഒരു 20 മീറ്റേഴ്സാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് എവിടെ എത്തില്ല എന്ന് മനസ്സിലായത്. ഫ്ലവേഴ്സ് മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഫാബ്രിക്സ് കട്ട് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മൾ 12 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന ഫാബ്രിക്സാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ സ്യൂയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സൊക്കെ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ കാണാൻ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് മെറ്റീരിയൽസ് നമ്മൾ എവിടെ എത്തില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ഞാൻ 3 ലെയറായിട്ടാണ്, ഒരു ഫാബ്രിക് 3 ലെയറായിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഗ്യാദർ ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഫ്രോക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് ടൈമും നമ്മൾ എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇതുപോലെ നമ്മൾ ഫാബ്രിക്സ് ഇതുപോലെ 3 ലെയേഴ്സായിട്ട് ഗ്യാദർ ചെയ്ത് എടുത്തിട്ടാണ് ഒരു ഫ്ലവർ ആക്കുന്നത്. അത് ഞാൻ 6 മീറ്റേഴ്സിൻ്റെ ഓരോ 6 മീറ്റർ വരുന്ന 12 ഇഞ്ച് വിഡ്ത്തും വരുന്ന ഫാബ്രിക്സ് ആണ് കേട്ടോ. 3 ലെയേഴ്സ് 3 പീസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ 3 ദിവസം എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം. കാരണം നമ്മൾ ആദ്യം നമ്മൾ നമ്മൾ B7000 വെച്ചിട്ട് ഒന്ന് ഗം ചെയ്തിട്ട് നമ്മൾ എല്ലാ സൈഡും ഫ്ലവേഴ്സ് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ സ്കേർട്ടിങ്ങിൻ്റെ റെഡി ആയിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കസ്റ്റമർ നമുക്ക് ഹാൻഡ് ഗ്ലൗസും കൂടി ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പം പിന്നെ ആക്സസറീസ് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാഫ് ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലൗസ് നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, ഈ ഒരു ടൈപ്പിലുള്ളത്. അപ്പോൾ വെൽവെറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു നമ്മളൊരു ബിഗ് സൈസിലുള്ള ബോ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രസ്സിൻ്റെ ബാക്കിൽ നമ്മളൊരു ബോഡി സ്യൂട്ടിൻ്റെ ബാക്കിൽ വെക്കാനും പിന്നെ ഈ ഒരു റെഡ് ഇത് വരുന്നത് നമ്മൾ ഹെയർ ആക്സസറീസ് ആയിട്ടും കൂടി കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലൗസിൽ നമ്മൾ നെറ്റ് ഫാബ്രിക് കൊണ്ട് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കസ്റ്റമർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ബോഡി സ്യൂട്ട് വരുന്നത് ഈ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ ഡമ്മി വന്നിട്ട് 6 ഇയറിൻ്റെ ഡമ്മിയാണ്, 6 to 7 ഇയറിൻ്റെ ഡമ്മിയാണ്. ആളെ സൈസ് 4 ഇയർ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയും ഡമ്മിയിലേക്ക് അതെങ്ങനെയും കയറുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയൊക്കെ അത് വെച്ച് സെറ്റാക്കി. അപ്പം പിന്നെ ഉള്ളത് 1 ഇയറിൻ്റെ ഡമ്മിയാണ്, അപ്പോൾ അതിൽ സെറ്റാകുന്നില്ല. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഡമ്മിയിൽ ഇട്ട് വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഗ്യാപ്പൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഡമ്മിയിൽ ഇടുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ ഗ്യാപ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം വീണ്ടും നമ്മൾ ടൈം എടുത്തിട്ട് ഓരോന്നും സ്റ്റിച്ച് ചെയ്ത് ഇതുണ്ടോ ഇപ്പം ഇതിലൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്, ഓരോ ഗ്യാപ്പ് ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നും ഹാൻഡ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഒരു ഫ്ലവറിൻ്റെ കൂടെ കുറവുണ്ടായിട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഫ്ലവറിനൊക്കെ വേണ്ടി നമ്മൾ വീണ്ടും മെറ്റീരിയലൊക്കെ വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായി. ഇതിൽ എത്ര ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ ബോഡി സ്യൂട്ടിൽ നമ്മൾ ഒരു ബാക്ക് സൈഡിൽ കുറച്ചിങ്ങനെ ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കസ്റ്റമർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബോഡി സ്യൂട്ട് ഇങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ റെഫറൻസ് പിക്കിൽ നമുക്ക് ആ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ ഇത്ര വിസിബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ
നീ ലെങ്ത്തിൽ വരുന്ന ഒരു രീതിയിലേക്ക് അവർ കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡെമ്മിയിലിട്ടിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ, എങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഉണ്ടാവുന്നില്ല. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു വീഡിയോ മോൾക്കാറ്റ് ഇട്ടിട്ട് മോൻകാറ്റ് ഇട്ടിട്ട് ഒന്ന് കാണിക്കുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഇതെടുക്കുന്ന സമയത്ത്. കാരണം മോൾക്ക് 2.5 വയസ്സുള്ള മോളാണ്. അപ്പോൾ 4 വയസ്സുള്ള കുട്ടിക്കാണ് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ലെങ്ത്താണ്, നിങ്ങൾ റെഫറൻസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇത്ര ലെങ്ത്ത് വരുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രോക്കിലേക്ക് പിന്നെ സ്കേർട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമുക്ക് കസ്റ്റമർ 2 രീതിയിലാണ് കേട്ടോ വേറെ ഇതുള്ളത്. പേജിൽ നമ്മൾ ഓൾറെഡി കൊലാബ് ചെയ്തിട്ടുണ്ട് അവർ ആ പിക്സൊക്കെ. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് കേട്ടോ കസ്റ്റമർ ഒരു ഫോട്ടോസൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കസ്റ്റമറിൻ്റെ ആ ഒരു പേജിലുണ്ട് കേട്ടോ, ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ബേബിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവർക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയാണ് കേട്ടോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിട്ടോ. ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കസ്റ്റമൈസേഷൻ വന്നിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ആ ഒരു ബോഡി സ്യൂട്ട് എങ്ങനെയാണ് വേറെ ഇതിൽ നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ആൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആൾക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഇതുണ്ടായില്ലേ, എങ്ങനെ ഡ്രസ്സ് വേണം, ഏത് രീതിയിലേക്ക് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവരുടെ പേജിൽ ഉണ്ടായതാണ്, നമ്മൾ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ മോൾ കിട്ടിയതിനെ കാരണം 2.5 വയസ്സിലെ കുട്ടിയല്ലേ, അപ്പോൾ ഇത് കറക്റ്റ് സൈസിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും മോൾക്ക് ഇട്ടിട്ടും. പിന്നെ അതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടുണ്ടാവും. ഇതൊക്കെ അവർ ഫോട്ടോസാണ്. പിന്നെ നമ്മൾ ഈ ഒരു 3 ഫോട്ടോസാണ് കേട്ടോ നമ്മൾ പേജിൽ കൊലാബ് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്. കൊലാബറേഷൻ ചെയ്തതല്ല കേട്ടോ, അവർ ക്യാഷ് തന്നിട്ട് തന്നെയാണ് കേട്ടോ, നമ്മൾ ഫ്രീ കൊലാബറേഷൻ എന്നുള്ള പെയ്ഡായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊലാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അവർ ക്യാഷ് ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഗൗണിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളറും സൈസും ഒക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്, സൈസ് കസ്റ്റമൈസേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സ് കസ്റ്റമൈസേഷൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ DM ചെയ്യുക. അപ്പോൾ നമ്മളിതുണ്ടാവും ഈ ഒരു രീതിയിലാണ് കേട്ടോ ആ ബോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ കസ്റ്റമറിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ പേജിലുണ്ട് കേട്ടോ, കൂടുതൽ കാണണമെന്ന് റെഫറൻസൊക്കെ ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി.